നടന്ന ഒരു വമ്പൻ രാഷ്ട്രീയ നീക്കത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനത്തിന് തൊട്ടു മുൻപ് ഒരു വമ്പൻ നീക്കം നടത്തിയത് 2020 ആണ്. 2020യെ ഒപ്പം ചേർത്തിരിക്കുന്നു ബിജെപിയുടെ നാടകീയ നീക്കം. മിഷൻ NDA 2020 ഇൻ. അപ്പോൾ പാർട്ടിയുടെ ഔദ്യോഗിക പ്രവേശനം നാളെ തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരിക്കുന്ന വേദിയിലാണ്. വികസിത കേരളം എന്ന മുദ്രാവാക്യത്തിനുള്ള അംഗീകാരമാണ് ഇതെന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. 2020യെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവർക്കുള്ള മറുപടിയാണെന്ന് സാബു എം ജേക്കബും പറഞ്ഞു. രണ്ടുപേരുടെയും പ്രതികരണങ്ങൾ കേൾക്കാം. വിവാദങ്ങളുടെ പൊളിറ്റിക്കൽ കൾച്ചർ, രാഷ്ട്രീയ സംസ്കാരം നമ്മുടെ നാടിനെ എത്ര കൊല്ലമായി ബാധിക്കുന്നു. ആ മാറ്റം കൊണ്ടുവരാൻ NDA മാത്രമേ ഒരു മുന്നണി, ഈ വികസിത കേരളത്തിൻ്റെ കാഴ്ചപ്പാട് മുമ്പോട്ട് വയ്ക്കുന്ന ഒരു മുന്നണി ആണെന്ന് ജനങ്ങൾക്ക് ഇപ്പോൾ കൃത്യമായി മനസ്സിലാക്കി. NDAൻ്റെ ഭാഗമായി 2020 ഇന്ന് വരുമ്പോൾ അത് NDAൻ്റെ ആവശ്യമാണ്, എല്ലാ മലയാളികളുടെ ആവശ്യമാണ്. അദ്ദേഹത്തിൻ്റെ ആ ജോബ് ക്രിയേഷൻ ട്രാക്ക് റെക്കോർഡ് തുടരണം. വികസിത കേരളത്തിൻ്റെ വലിയൊരു ഭാഗമായിട്ട് ആ ഒരു ഇക്കണോമിക് ആക്റ്റീവും തുടരുന്നതെന്ന് ഞങ്ങളെല്ലാവരും ആവശ്യമാണ്. ഞങ്ങളെ ഇല്ലാതെയാക്കണമെന്ന് വിചാരിച്ചവർക്ക് ഞങ്ങൾ എങ്ങനെ ഈ കേരളത്തെ മാറ്റിയെടുക്കുമെന്ന് കാട്ടിക്കൊടുക്കണം. അതിന് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച ഒരു സംഗതിയാണ് NDAയോടൊപ്പം, മോഡി സർക്കാരിനോടൊപ്പം, അവരുടെ വികസന കാഴ്ചപ്പാടിനോടൊപ്പം ഈ കേരളത്തെ മാറ്റിയെടുക്കാനായിട്ടുള്ള ദൗത്യം ഞങ്ങൾ ഏറ്റെടുക്കാനുണ്ടായത്. ഓക്കെ, അപ്പോൾ അതാണ് ഒരേ വേദിയിൽ തൊട്ടടുത്തടുത്തിരുന്ന് സാബുജിയും രാജീവ്ജിയും സംസാരിച്ചത്. കൂടുതൽ കാര്യങ്ങൾ സൈഫുനിസ അലിയാണ് പറഞ്ഞുതരും. സൈഫുനിസ, ഗുഡ് ഈവനിങ്. ഇപ്പൊ 2020യുടെ ഒരു വമ്പൻ നീക്കമാണ്. പാർട്ടി രൂപീകരിച്ച് ഇത്രയും വർഷം കഴിഞ്ഞ് ആദ്യമായി പല കാര്യങ്ങളും തുറന്നു പറഞ്ഞിരിക്കുന്നു സാബു. പ്രത്യേകിച്ച് ബിജെപിയുമായി ഞങ്ങൾക്ക് യാതൊരുവിധ അകൽച്ചയോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ മണിക്കൂറിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഡൽഹിയിൽ നേരത്തെ സാബു എം ജേക്കബ് ചർച്ചകൾ നടത്തിയിരുന്നു, പ്രത്യേകിച്ച് അമിത്ഷായുമായി അടക്കം ചർച്ചകളൊക്കെ നടത്തിയിരുന്നു എന്ന വാർത്തകൾ വന്നിരുന്നു. അതിൻ്റെയൊക്കെയും തുടർച്ചയായി കാണണമോ നമ്മൾ ഈ NDAയുടെ തോളിൽ? ഗുഡ് ഈവനിങ് സേതുലക്ഷ്മി. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയമായി മാറിയിരിക്കുകയാണ് 2020യും NDAയും തമ്മിലുള്ള സഖ്യം എന്ന് പറയുന്നത്. NDAയിൽ ചേർന്നിരിക്കുന്നത് എറണാകുളം ജില്ലയെ സംബന്ധിച്ചോളം 2020 വളരെ നിർണായകമായ ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെയാണ്. അത് നമുക്ക് മാറ്റി നിർത്താനൊന്നും കഴിയില്ല. പ്രത്യേകിച്ചും കുന്നത്തുനാട് മണ്ഡലത്തിൽ, നിയമസഭാ മണ്ഡലത്തിൽ, ഒപ്പം തന്നെയുള്ള സമീപ പഞ്ചായത്തുകളിലെല്ലാം തന്നെ അവർക്ക് വ്യക്തമായ സ്വാധീനമുണ്ട്. 4 പഞ്ചായത്തുകളിൽ ഭരണവും പിടിക്കാനായിട്ടുണ്ട്. പക്ഷേ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ 2020ക്ക് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയപ്പോൾ അവരുടെ ഇടറുന്ന കാഴ്ചയാണ് കണ്ടത്. നേരത്തെ കയ്യിലുണ്ടായിരുന്ന 2 പഞ്ചായത്തുകൾ നഷ്ടപ്പെട്ടു. ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിലുണ്ടായിരുന്ന 2 ഡിവിഷനുകൾ നഷ്ടപ്പെട്ടു. വടവുകോട് ബ്ലോക്ക് പഞ്ചായത്ത് അവരുടെ ഭരണം നഷ്ടമായി. അങ്ങനെ പലയിടങ്ങളിലും 2020 കാലിടറി വീഴുന്നതും കണ്ടിരുന്നു. അവരുടെ ഒരു ശക്തി കേന്ദ്രങ്ങളിലെല്ലാം തന്നെ വലിയ തിരിച്ചടി നേരിടുന്നതും കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നീക്കമായി 2020യുടെ ഈ നീക്കത്തെ മനസ്സിലാക്കണം എന്നാണ് തോന്നുന്നത്. കാരണം ഇനി അങ്ങോട്ട് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഈ രാഷ്ട്രീയ പാർട്ടികളെ എതിരിടാൻ കഴിയില്ല എന്നുള്ള സാബുവും ജേക്കബിന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ NDAയ്ക്കൊപ്പം 2020 ചേരാൻ തീരുമാനിച്ചതെന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ചും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ PV ശ്രീനിജിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളും ഒപ്പം തന്നെ വിമർശനങ്ങളും ഒക്കെ ഉയർത്തിയ പാർട്ടി കൂടിയാണ് 2020യും സാബു എം ജേക്കബും. അതുകൊണ്ട് തന്നെ PV ശ്രീനിജിനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് അവരുടെ ഒരു അഭിമാന പ്രശ്നം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത് NDAയ്ക്കൊപ്പം ചേർന്നുകൊണ്ട് BJPയെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ സാബു എം ജേക്കബ് മുന്നിൽ കാണുന്നത്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ 2020 NDAയിലേക്ക് ചേർന്നിരിക്കുന്നത്. ഇത് കൂടാതെ ഇനിയുള്ള കാലത്ത് 2020യുടെ നിലനിൽപ്പ് എത്രത്തോളം എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ചില സ്ഥലങ്ങളിലെല്ലാം തന്നെ അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ കുന്നത്തുനാട് മണ്ഡലത്തിന് അപ്പുറത്തേക്ക്, അതായത് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കുന്നത്തുനാളിലടക്കം ഈ 2020യെ പരാജയപ്പെടുത്താൻ ചിലയിടങ്ങളിലെങ്കിലും UDFും LDFും ഒക്കെ കൈകോർക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അതിൻ്റെയൊക്കെ കൂടെ ഒരു പശ്ചാത്തലം ഉണ്ടായിരിക്കും. ഒരു പക്ഷേ ഇപ്പോൾ BJPയുടെ തോളിൽ ചേരാനുള്ള, NDAയുടെ തോളിൽ ചേരാനുള്ള 2020യുടെ നീക്കത്തിൽ. എനിവേസ്, ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാകെ 2020 നടത്തിയ ഒരു വമ്പൻ നീക്കമാണ് ഇന്ന് കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ കണ്ടത്. പ്രിയപ്പെട്ട